ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 11 ശ്ലോകങ്ങൾ പൂർത്തിയാക്കി. ഇനി നമുക്ക് 12-ാമത്തെ ശ്ലോകം നോക്കാം. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിൽ. അനിഷ്ടം, ഇഷ്ടക്കേടുണ്ടാക്കുന്നത് അഥവാ ദുഃഖപ്രദമായത്. ഇഷ്ടം ഭവിക്കുന്നത് അഥവാ സുഖപ്രദമായത്. മിശ്രം ച, രണ്ടും കൂടിക്കലർന്നത് എന്നിങ്ങനെ. കർമ്മണഃ, കർമ്മത്തിന്. ത്രിവിധം, 3 വിധത്തിൽ. ഫലം, ഫലാനുഭവങ്ങൾ. അത്യാഗിനാം, ത്യാഗികളല്ലാത്തവർക്ക് അഥവാ ഫലചിന്ത വെടിയാത്തവർക്ക്. പ്രേത്യ, പ്രേതമായതിനു ശേഷം അഥവാ പരേതനായതിനു ശേഷം, മരണശേഷം. ഭവതി, ഭവിക്കുന്നു. തു, എന്നാൽ. സന്യാസിനാം, ത്യാഗികളായ സന്യാസിമാർക്ക് അഥവാ ഫലചിന്ത കൂടാതെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്. ക്വചിത് ന, ഒരിക്കലും അത്തരം ഫലാനുഭവം ഉണ്ടാകുന്നില്ല. ദുഃഖപ്രദമായത്, സുഖപ്രദമായത്, ഇവ രണ്ടും കൂടിക്കലർന്നത് എന്നിങ്ങനെ. കർമ്മത്തിന് 3 വിധം ഫലാനുഭവങ്ങൾ. ഫലചിന്ത വെടിയാതെ കർമ്മം ചെയ്യുന്നവർക്ക് മരണശേഷം ഉണ്ടാകുന്നു. എന്നാൽ ഫലചിന്ത കൂടാതെ കർമ്മം ചെയ്യുന്നവർക്ക് ഒരിക്കലും അത്തരം ഫലാനുഭവം ഉണ്ടാകുന്നില്ല. ഇതാണ് ഇതിൻ്റെ അർത്ഥം. സതുദ്ദേശത്തോടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ നിന്നുളവാകുന്ന ഫലം സുഖപ്രദമായിരിക്കും. ദുരുദ്ദേശത്തോടെ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലം ദുഃഖപ്രദവുമായിരിക്കും. രണ്ടും കലർന്ന കർമ്മത്തിന് മിശ്രമായ ഫലമായിരിക്കും. ഈ കർമ്മഫലങ്ങൾ ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ച് തീരുന്നില്ലെങ്കിൽ പുനർജന്മത്തിലും അനുഭവിക്കേണ്ടി വരുന്നു. അഥവാ കർമ്മഫലം അനുഭവിക്കുവാൻ വീണ്ടും ജന്മം വേണ്ടി വരുന്നു. എങ്ങനെയുള്ളവർക്ക്? ഫലചിന്ത വെടിയാത്തവർക്ക് അഥവാ ഫലചിന്തയോടെ കർമ്മം ചെയ്യുന്നവർക്ക് ഈ ജന്മത്തിലും പുനർജന്മത്തിലും ആ കർമ്മങ്ങളുടെ ഫലാനുഭവങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നു. അഥവാ കർമ്മഫലം അനുഭവിക്കുവാൻ വീണ്ടും ഒരുപക്ഷെ ജന്മം വേണ്ടി വരുന്നു, ഈ ജന്മം കൊണ്ട് കർമ്മഫലം അനുഭവിച്ച് തീർന്നില്ലെങ്കിൽ. എന്നാൽ നിയതകർമ്മങ്ങൾ ഫലചിന്തയോ ആസക്തിയോ കൂടാതെ, ഫലചിന്ത കൂടാതെ കർത്തവ്യമെന്ന ഭാവത്തിൽ നിസ്സംഗതയോടെ അനുഷ്ഠിക്കുന്നവർക്ക്, അതായത് കർമ്മത്യാഗികൾക്ക്, കർമ്മഫലത്യാഗികൾക്ക് ഇത്തരം ഫലാനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. അഥവാ അവരെ കർമ്മഫലങ്ങൾ പിന്തുടരുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ഫലചിന്തയോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത് സൽക്കർമ്മങ്ങളാകട്ടെ ദുഷ്കർമ്മങ്ങളാകട്ടെ അതിനനുസരിച്ചുള്ള ഫലം അനുഭവിക്കുവാൻ ബാധ്യസ്ഥരാണ്. അത് ഈ ജന്മത്തിൽ തീർന്നില്ലെങ്കിൽ ആ ഫലങ്ങൾ, ദുഷ്ടഫലങ്ങളാകട്ടെ ശിഷ്ടഫലങ്ങളാകട്ടെ, അനുഭവിച്ച് തീർക്കുവാൻ പുനർജന്മവും ഒരുപക്ഷേ വേണ്ടി വരുന്നു. അങ്ങനെ ഫലചിന്തയോടെ കർമ്മം ചെയ്താൽ കർമ്മഫലങ്ങൾ പിന്തുടരുന്നു, കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ ഫലചിന്ത കൂടാതെ, ആസക്തി കൂടാതെ സ്വധർമ്മമനുഷ്ഠിക്കുന്നു എന്ന ഭാവത്തിൽ കർമ്മം ചെയ്യുന്ന ത്യാഗിക്ക് അഥവാ
കർമ്മഫലത്യാഗത്തോടെ കർമ്മം ചെയ്യുന്നവർക്ക് ഇത്തരം ഫലാനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. കാരണം ഈ കർമ്മഫലങ്ങൾ അവരെ പിന്തുടരുന്നില്ല. കാരണം അവർ അനാസക്തമായിട്ട് ആണ് കർമ്മം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് കർമ്മഫലങ്ങൾ അവരെ പിന്തുടരുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.